ഹലോ. ഹലോ. ആ, പിന്നെ അളിയ ഇന്നലത്തെ ബാറിനാണ് വിഷയം ഉണ്ടായി അളിയ. വാറിലൊന്നും എന്റെ ഞങ്ങൾ അതിൽ എങ്ങനെ പോയപ്പോ ഒരു ചെറിയ അത് വലിയ വിഷയമൊന്നുമല്ല, ചെറിയൊരു ഒന്നും തള്ളു വാക്കേറ്റോ അത്രേ ഉള്ളൂ. അളിയുടെ മുഖം എല്ലാം കൂടെ കമ്മണ്ട എല്ലാം ഊരി, പിന്നെ കണ്ണുമെല്ലാം കലങ്ങിയിരിക്കുവന്നല്ലേ. അടി ഇഷ്ടംപോലെ കൊണ്ടുവന്നാ ഞാൻ പറഞ്ഞു. അടി അങ്ങനൊന്നും കൊണ്ടില്ല, പിന്നെ കുറെ അടിയൊക്കെ കിട്ടി, അല്ലാതെ വേറെന്തോ ചെയ്യാനാ. ആദ്യത്തെ നമ്മള് അളിയ ഒറ്റക്കുള്ളായിരുന്നു. ഇതിലെ യവന്മാര് 3 പേരുണ്ടായിരുന്നു. ആ, യവന്മാര് 3 പേരെന്ന് പറഞ്ഞാൽ താടിയെ കുടിയെ ഉള്ള 3 പേര് അവന്മാര് നിന്നും കിടിക്കുക. നമുക്ക് പറ്റിയെന്ന് അളി പറഞ്ഞാൽ ഞാനും പിന്നെ സുഹൃത്തുക്കാരും വാപ്പായും ഒറ്റയ്ക്കും. നിങ്ങൾ 3 പേര് ഒറ്റയ്ക്ക്? അവര് 3 പേരുണ്ടായിരുന്നെന്ന്. അളിയൻ 3 പേര്, നിങ്ങൾ 3 പേര് ഒറ്റയ്ക്ക്? ഞാനും വാപ്പായും ഇക്കായും ഒറ്റയ്ക്ക്, അവന്മാര് 3 പേരും. ഓ, എന്തോ പറയാനാ ആ, പറഞ്ഞത്. അങ്ങനെ പറ്റിയതാ. ആന്നല്ലേ. അങ്ങനെ പറ്റിയതാ, കേസ് കൊടുത്തിട്ടുണ്ട്, അമാരകത്താവും. കാര്യം അമരകത്തോ അതെ. അമാരകത്താവുന്ന ഞാനൊക്കെ അകത്താവുന്ന ഇടി ഉണ്ടായിരുന്നില്ലേ, അമാരിൽ ഇടിച്ചത്. ചെറുക്കണത് ഇടി അളിയനെ കിട്ടി. ഞങ്ങൾ 3 പേര് ഒറ്റയ്ക്കല്ലോ, അവന്മാര് തടിയെ കൂടിയ പോലെ അവന്മാര് എന്തോ ചെയ്യാൻ, അവന്മാര് നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റിയില്ല. മാത്രമല്ല ഇത് സംഭവിച്ചെന്ന് അറിയോ, ഉം. എന്റെ മൂക്കാൻ വേണ്ടിട്ട് ഇടി കൊണ്ടപ്പോഴത്തേക്ക് ഇക്ക കയറി ഓടി. ഓ, ആരാ നമ്മുടെ സുധീർക്കായി? സുഹീർ കയറി ഓടി. വാപ്പ അന്തം വിട്ട് നോക്കി വെക്കുവോ, ആ സക്കത്തിൽ അവന്മാരെ കീറി തന്നെ. ഓ, ആ, അതാണ് ആ, പറ്റും. പോട്ട് നമ്മൾ കേസും കൊടുത്തു. ഞാനിവിടെ ഇല്ലാന്ന് ഭാഗ്യമായി, അല്ലെങ്കിൽ അടി എനിക്കും കൊണ്ടല്ലോ. അളിയോളം എങ്ങനെ അളിയുണ്ടായിരുന്നു, ഞാനും കൂടിയാണ്. ശരി, ഓക്കെ.